ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ പുറത്താക്കി വാതിലടച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ വഴികളിലേക്ക് അങ്ങ് പോയി. ആദർശാണെങ്കിലും മുറിയിൽ പോയി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനി ചെല്ലുന്നത്. അനി ചെന്നതിന് ശേഷം ഏട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഏട്ടനോട് പറയുമ്പോൾ തനിക്കതൊന്നും കേൾക്കണ്ട, അനിയോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അനി പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ അനി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എനിക്ക് 2 ഏട്ടത്തിമാരുണ്ടെന്നും അതിൽ നവ്യയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഏട്ടന് അറിയാവുന്നതല്ലേ. പക്ഷേ നവ്യേട്ടത്തിയെ പോലെയല്ല എൻ്റെ നയനേടത്തി. ആ നയനേടത്തിയെ കിട്ടിയത് ഏട്ടൻ്റെ പുണ്യമാണെന്നും ആ ഏട്ടത്തി ഇതുവരെ ഏട്ടന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്രൂരതയൊക്കെ ആ ഏട്ടത്തിയോട് ഏട്ടൻ കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അനി ഇങ്ങനെ പറയുമ്പോൾ, നിനക്കെന്താണല്ലേ, നിനക്ക് അവളെ നല്ലവളാണെന്ന് അങ്ങ് മുദ്ര കുത്തിയാൽ മതിയല്ലോ. അവൾ കാണിച്ചത് എന്താണെന്ന് നീയും കണ്ടതല്ലേ. നിന്റെ അമ്മയല്ലല്ലോ അല്ലേ അവളൊന്നും പറഞ്ഞത്, എൻ്റെ അമ്മയല്ലേ. അപ്പം പിന്നെ നിനക്കെന്താ ബുദ്ധിമുട്ട് അല്ലേ എന്നൊക്കെ ചോദിച്ചങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ അനിയോട് പറയുമ്പോൾ, എന്താ ഈ പറയുന്ന ഏട്ടാ, ഞാൻ ഇന്ന് വരെ അങ്ങനെയാണോ ഈ കുടുംബത്തിലെ വല്യമ്മയും എൻ്റെ അമ്മയൊക്കെ കണ്ടിരിക്കുന്നത്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഏട്ടൻ ചിരിച്ചുകൊണ്ട് ഇരുട്ടാക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ പറയാം. പക്ഷേ ഏട്ടൻ ഇപ്പോൾ ഈ ചെയ്തൊരു തെറ്റുണ്ടല്ലോ, അത് ഒരിക്കലും മാപ്പ് അർഹിക്കുന്ന ഒരു തെറ്റില്ലെന്നും അതിനൊരിക്കലും ആരും മാപ്പ് തരില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ അനി. ഇതൊക്കെ ഓർത്ത് ഏട്ടൻ സങ്കടപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഏട്ടൻ വെറും വട്ടപൂജ്യമാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനി അങ്ങ് പോയത്. ഏട്ടൻ ചിന്തിച്ചു നോക്കാനൊക്കെ പറഞ്ഞു. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇരുന്ന് ചിന്തിക്കും. ആദർശിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് നയനെ ഇറക്കി വിട്ടതിൽ. പക്ഷെ അമ്മയ്ക്കപ്പുറം മറ്റൊന്നുമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്ന ആ ഒരു വ്യക്തിക്ക് അമ്മയെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഇനിയിപ്പോൾ അമ്മ സമ്മതിച്ചാൽ ഒരു പക്ഷേ ആദർശ് നയനെ വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷേ ആദർശ് അത് വിചാരിക്കില്ല. ആ ദേവയാനി അത്രയും കൂടി വിചാരിക്കില്ല. എന്തായാലും ദേവയാനി അത് കഴിഞ്ഞപ്പോൾ മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചന. ആ സമയത്ത് അമ്മ ഒക്കെ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുക. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ജലജ പിന്നെ ആരെന്താ ചെയ്യുന്നതെന്ന് നോക്കി നടക്കുമായതുകൊണ്ട് ജലജ ഇങ്ങനെ തപ്പി നടക്കുവാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ജലജ അങ്ങോട്ടേക്ക് ചെന്നു. ഈ സമയത്ത് അമ്മ ദേവയാനി ഉപദേശിക്കുവാണ്. നീ ചെയ്തത് എത്ര വലിയ മഹാപാപമാണെന്ന് നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ച്. മഹാപാപമാണ്, അതുപോലെ തന്നെ ലോകത്താരും ചെയ്യാത്തൊരു ക്രൂരതയാണ്. നീ നിന്റെ മകന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ആരെ ബോധിപ്പിക്കാനാണെന്നൊക്കെ ചോദിച്ചു. അവർ ഭാര്യയും ഭർത്താവുമാണ്, അവരുടെ ഇടയിലേക്ക് നീ കടന്നു ചെല്ലേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുമ്പോൾ, അവനെ എൻ്റെ മകനാണ് എന്നും പറഞ്ഞപ്പോൾ അവൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കും എന്ന് ദേവയാനി. അവൻ നിന്റെ മകനാണെങ്കിൽ ആദർശ താലി കെട്ടിയ പെണ്ണാണ് നയന. അവൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതത്തിനിടയിലേക്ക് അവർക്കിടയിൽ അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ ഏതു നേരവും നീ ഇങ്ങനെ തലയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും അതൊരിക്കലും ശരിയല്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാനാണോ അവളെ വീടിന് പുറത്താക്കിയത്? അത് ആദർശിൻ്റെ സ്വന്തം തീരുമാനമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ദേവയാനി. അവൻ സ്വന്തമായി തീരുമാനം എടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയവൾ ആരാണെന്ന് ചോദിച്ചു. നയനമോള് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതാരാ? അതൊന്നും ആദർശ് കേട്ടില്ലല്ലോ. ആദർശ് അതൊന്നും കേൾക്കാതെ നയന പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ കേട്ടതുള്ളൂ. അതുകൊണ്ടാണല്ലോ ആദർശ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലേ? അപ്പോൾ അതിന് കാരണക്കാരി ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ, ഈ വയസ്സാം കാലത്ത് അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോളില്ലേ എന്ന് ജലജ ചോദിക്കുകയാണേ. അത് കേട്ട് കഴിയുമ്പം, നീ മിണ്ടിപ്പോകരുത്, നീ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണം. ഈ കുടുംബം തകരുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, പിന്നെ കുടുംബം തകർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ജലജ അവിടെ നിന്ന് ഇങ്ങനെ പുറപുറ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവയാനി, ഇതൊരിക്കലും നിനക്ക് തിരുത്താൻ പറ്റുന്നൊരു തെറ്റല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കുറേ ദേവയാനിയോട് പറഞ്ഞു. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ അവളെ പുറത്താക്കിയത് ഞാനല്ല, ആദർശാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്നോട് വന്ന് അമ്മ ഇങ്ങനെ സംസാരിച്ചിട്ടും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയൊക്കെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴേക്കും ജലജ ദേവയാനിയോട്, അങ്ങനെ തന്നെ വേണം ഏട്ടത്തി, ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നവ്യ എന്നിട്ട് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയിന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അമ്മ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നവ്യയോട് ചോദിച്ചു, ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുകയാണെന്ന് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ട് എല്ലാവരും ഇതുപോലെ നീറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ എങ്ങനെ തോന്നി നിനക്കെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് വിശക്കുന്നത് കൊണ്ട് ഫുഡ് കഴിച്ചു, ഒന്നുമില്ലെങ്കിലും നിന്റെ അനുജത്തിയല്ലേ ആ മഴയത്ത് നിൽക്കുന്നത്, ആ ഒരു മര്യാദയെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ചിന്തയെങ്കിലും നിനക്കുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ, അവൾ ചെയ്ത തെറ്റിൻ്റെ പേരിലല്ലേ അവളെ ശിക്ഷിച്ചത് ആദർശ്. പിന്നെ ആര് തെറ്റ് ചെയ്താലും അവർക്കതിനുള്ള ശിക്ഷ കിട്ടണം, അതുതന്നെയാണ് വേണ്ടത്.
അല്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും. പിന്നെ അവൾ പുറത്ത് പോയെന്ന് കരുതി എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, എനിക്ക് പട്ടിണി ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഡയലോഗുകളായി നവ്യ. ഇപ്പം ഈ ഒരു ചെറിയ തെറ്റ് നയന മഴയത്താണ് നിൽക്കുന്നതെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്ത് നവ്യ എവിടെ നിൽക്കുമെന്നുള്ളത് നവ്യ അന്നേരം ചിന്തിക്കുന്നില്ല. അങ്ങനെ നയനയെ കുറെ കുറ്റവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അപ്പം നീ ഒരു ചേച്ചി തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിച്ചു കേട്ടോ. ചേച്ചിയൊന്നും അല്ല, അതല്ല ഇതല്ലെന്നൊക്കെ അവൾക്കറിയാം. അവളതിങ്ങനെ മനസ്സിൽ പറയുന്നുമുണ്ട്. എന്തായാലും എനിക്ക് വിശന്നത് കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചതെന്നും പറഞ്ഞ് ആ ഒരു ന്യായീകരണവും പറഞ്ഞുകൊണ്ടിരിക്കുക, വയറ്റിൽ കൊച്ചുള്ളത് കൊണ്ടാണെന്നും പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവൾ എന്തൊരു ജന്മമാണെന്ന് ഓർത്ത് അമ്മ അങ്ങ് പോയേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ നമ്മുടെ ഗോവിന്ദേട്ടന് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കനകം വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗോവിന്ദേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തോ ഒരു സുഖമില്ലായ്മ, മനസ്സിനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഇനി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാനാ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കനകം ഇങ്ങനെ പറയുന്നു. അതല്ല, മോൾ ഇവിടെ വന്നിട്ട് പോയപ്പോൾ മുതൽ ഓരോരോ അപശകുനങ്ങൾ ഇങ്ങനെ കാണിക്കുക. അപ്പം എന്തെങ്കിലും പ്രശ്നം ഓർത്തിട്ടുള്ള വിഷമമാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ സമാധാനിപ്പിക്കാം. ഇതേ സമയത്ത് പാവം നമ്മുടെ നയനെ അവിടെ ആ മഴയത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ പറയുന്നത്, കല്ല് പോലെ ഉറച്ചവിടെ നിൽക്കുന്നു. ആദർശാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോൾ ഒരു പാട്ട്, ആ പാട്ടിൽ നയന ഇങ്ങനെ നിൽക്കുക. ഇതിനു മുമ്പ് നമ്മുടെ അനി ഇത് കണ്ട് സഹിച്ചില്ല. അനി എന്നിട്ട് വേഗം കുടയൊക്കെ ആയിട്ട് ഏട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഏട്ടത്തി ഏട്ടത്തി, ഇങ്ങനെ മഴയത്ത് നിൽക്കല്ലേ ഏട്ടത്തി, ഇവിടെ മാറി നിൽക്കുക ഏട്ടത്തി എന്ന് പറഞ്ഞു. പക്ഷെ നിന്നടുത്ത് നിന്നതല്ലാതെ നയനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചില്ല. നയനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ എന്താ പറയുന്നത്, സങ്കടമൊക്കെ കൂടെ വന്നിട്ടേ നയന അങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് അവിടെ തന്നെ നിൽക്കുക. ഈ സമയത്ത് അനി ചെന്നിട്ട് ഒത്തിരി പറഞ്ഞു, വായേട്ടത്തി എന്ന്. അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹവും മര്യാദയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അനി, പക്ഷേ എന്നോട് മര്യാദ കാണിക്കേണ്ട വ്യക്തിയാണ് എനിക്ക് ഒരു ശിക്ഷ വിധിച്ചത്. അപ്പോൾ തന്ന ശിക്ഷ അതുപോലെ തന്നെ ഏറ്റെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും നീ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കേണ്ടതും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അനിയോട് പറയാം. അനി കയ്യേ കാലേ പിടിച്ചു പറഞ്ഞു, എന്താ ഏട്ടത്തി, പ്ലീസ് ഏട്ടത്തി വാ ഏട്ടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമോ ബഹുമാനം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ്. നയന പോകാൻ കൂട്ടാക്കാതെ നിന്ന് അനിയോട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു വിടുക നയന. അപ്പോൾ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നിസ്സഹായതയോടുകൂടി അനി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ജലജ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. നിൽക്കടി, നീ അവിടെ തന്നെ നിൽക്കുക, നീ ഇനി എന്നേക്കുമായിട്ട് ഇതുപോലെ മഴ കൊണ്ട് ജീവിക്കേണ്ടി വരുവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നിന്ന് ഈ ജലജ കളിയാക്കി പറയാം. ഇനി ഇവള് പതുക്കെ ഇത് ഇവിടെ നിന്ന് ഒറ്റ പോക്കായിരിക്കും പുറത്തേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നേ. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അനി എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് ആ ഒരു ടെൻഷൻ അടിച്ച് വേഗം ഫോൺ എടുത്ത് നയനയുടെ വീട്ടിലേക്ക് വിളിച്ചു. ഏട്ടത്തിനെ ഇങ്ങനെ ഈ മഴയത്ത് നിർത്തുന്നത് ശരിയല്ലല്ലോ, ഏട്ടത്തി വന്നാലല്ലേ, ഏട്ടത്തിയെ കാണാൻ അവർ വന്നാൽ, അല്ലെങ്കിൽ ഏട്ടത്തി അവർ കൂട്ടിക്കൊണ്ട് പോയാലല്ലേ ഇതിനൊരു അവസാനമുള്ളൂ. അപ്പോൾ പാവം അനി വേഗം ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും കനകമാണ് എടുത്തപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ അനി പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകം തകർന്നു പോയി, ഫോണൊക്കെ നിലത്തേക്ക് വീണു പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് വാവിട്ട് കരയും. അപ്പോഴത്തേക്കും അദ്ദേഹം വന്നു. ഗോവിന്ദേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ കനക, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം പോയി ഗോവിന്ദേട്ട, നമ്മുടെ മോളെ അവർ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ കരയുന്നു. വാ എനിക്കിപ്പോൾ തന്നെ പോകണം, എൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പാതിരാത്രി ആ പെരും മഴയ്ക്ക് രണ്ടുപേരും കൂടെ പോകുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മകളെ സംരക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയത്ത് വലിയൊരു പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ മഴയത്ത് തന്നെ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നയന ആ മഴ കൊണ്ട് ആ പാട്ടിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഈ ആദർശുമായി കണ്ടുമുട്ടി അന്ന് തൊട്ട് ഇന്ന്, അതായത് ഇവരുടെ വീട്ടിൽ വെച്ച് നടന്ന ആ ചെളികുഴയ്ക്കൽ വരെയുള്ള കാര്യങ്ങൾ നയന ഇരുന്ന് ആലോചിക്കുന്നു. അതുപോലെ തന്നെ റൂമിലിരുന്ന് ആദർശം ആലോചിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞപ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നത്. ഓട്ടോയിൽ വന്നിറങ്ങിയ കനകവും ഗോവിന്ദേട്ടനും കാണുന്ന കാഴ്ച പെരും മഴയ്ക്ക് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ആ മഴ മുഴുവൻ നനഞ്ഞു നിൽക്കുന്ന അവരുടെ മകളെയാണ്. ആ മകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ചങ്ക് പൊട്ടിപ്പോയി. മോളേന്ന് വിളിച്ച് ഓടിച്ചെന്ന് നമ്മുടെ കനകം കെട്ടി അങ്ങ് പിടിച്ചു. അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും ആകെ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് ഇവരെ കണ്ടത് നമ്മുടെ നയനയുടെ നെഞ്ചു പൊട്ടിപ്പോയി. നയന വാവിട്ട് കരയും അമ്മയ്ക്കും അച്ഛനും മുന്നിൽ നിന്ന്. ഇതെന്താടി മോളെ, ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ തെറ്റ് ചെയ്യാനായിട്ട് നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശമായിട്ട് തന്ന ശിക്ഷയാണിതെന്നും അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് ഞങ്ങളല്ലാതെ വേറെ ആരാ വരാനുള്ളതെന്നൊക്കെ ചോദിച്ചു ഇവരും തിരിച്ചതിങ്ങനെ സംസാരിക്കുന്നുണ്ടേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ അകത്ത് അവർ കേൾക്കുന്നുണ്ട്. കാരണം ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഈ സമയത്ത് നമ്മുടെ കനകം ഭയങ്കര ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കുന്നത്. കാരണം എന്താ, സ്വന്തം മകളെ പാതിരാത്രിയിൽ ഇങ്ങനെ ഭർത്താവ് മുറ്റത്തിറക്കി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ, അതും പെരുമഴയ്ക്ക് ഏതമ്മയ്ക്ക് സഹിക്കാൻ കഴിയും? ആ അമ്മ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അങ്ങനെ
എന്താ പറയുന്നത്, അനന്തപുരിയെ തകർക്കാൻ അല്ലെങ്കിൽ അനന്തപുരിയെ ശപിച്ചുകൊണ്ട് സംഹാര താണ്ഡവമാടി നയനയെ രക്ഷിക്കാനായിട്ട് കനകം എത്തിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.